ഞാൻ മരിച്ചോളാം. എന്തായാലും എന്നെ കൊല്ലും. ഞാൻ എക്സാം എഴുതാതെ മരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്റെ മുത്തച്ഛന്റെ ആഗ്രഹങ്ങൾ ആര് സഫലീകരിക്കുമെന്തോ. താൻ അന്ന് കാണിച്ച ഒരൊറ്റ മണ്ടത്തരം കൊണ്ടാ ഞാൻ വീട്ടിനകത്ത് പെട്ടുപോയത്. കാർത്തിക എന്ന് പറയുമ്പോ ഏത് കാർത്തിക എന്ന് ചോദിക്കെങ്കിലും വേണ്ടേ? കാശ് മേടിച്ചിട്ട് കൃത്യമായൊരു വിവരമെങ്കിലും എനിക്ക് തന്നൂടറാ. സാർ, നിങ്ങൾ മലയാളിയല്ലേ? പെണ്ണ് ആവറേജ് ആണെങ്കിലും മലയാളിയാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എല്ലാ ഡീറ്റെയിൽസും തന്നത്. ഇവൻ തമിഴനാണെന്ന് എനിക്ക് നേരത്തെ അറിയോ? അറിയാം. എങ്ങനെ? എവിടാ നാടെന്ന് ചോദിച്ചു. കേരളം ഒന്നും പറഞ്ഞു. ഈ ചോദ്യം അല്ലാതെ ഞാൻ എല്ലാ ചോദ്യം ചോദിച്ചു. അവൻ അപ്പോഴേ പറഞ്ഞതാ ഇവനെ കാണാൻ തമിഴിനെ പോലെ ഉണ്ട്, തമിഴിനെ പോലെ ഉണ്ടെന്ന്. അപ്പൊ ഞാനാ കേക്കാന്. ഞാനൊരു മണ്ടനാ. അവൻ പറഞ്ഞത് കേൾക്കാതെ എന്തൊക്കെയോ ചെയ്തു. കഴിഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നതിനാ? അത് വിട്ടോടാ. ഒന്ന് പോ സാറേ. നമുക്ക് സ്വാതന്ത്ര്യം എപ്പോഴാ കിട്ടിയതാ? പക്ഷെ ആഗസ്റ്റ് 15 നമ്മൾ ഇപ്പോഴും അത് ആഘോഷിക്കുന്നില്ലേ? നിനക്കെന്താ പ്രശ്നം? നീ എന്ത് വേണേലും പറയും. മനുഷ്യർക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് എലിയെ കൊല്ലുന്നത് പോലെ ഇതിനിടയ്ക്ക് എന്നെ നീ കയറ്റിവിട്ടു. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവന്മാർ എന്നെ കൊല്ലും. നീ തമിഴെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവരെന്നെ കൊല്ലും. ഇത്ര നാളും നീ പറഞ്ഞെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇവൻ നമ്മുടെ ആളാ. എങ്ങനെയാടാ കണ്ടുപിടിച്ചേ? ഇങ്ങനെ കള്ളുപിടിക്കുകയാണെങ്കിൽ അത് നമ്മളെ മലയാളികളല്ലടാ. എന്തിനാടാ വന്നത്? എടാ ഇങ്ങോട്ട് വാടാ. ഇവൻ മെസ്സിൽ മലയാളികളോട് സംസാരിക്കായിരുന്നു. അതുകൊണ്ട് ക്യാമറ ഇല്ലാത്തടത്ത് പോയി നല്ല ഇടി കൊടുത്തിട്ടുണ്ട്. സംസാരിച്ചത് നന്നായിട്ട് കിട്ടിയല്ലേ? അപ്പൊ റൂമിൽ കിട്ടിയിരുന്നെങ്കിലോ? അറിയാതല്ലേ റൂമിൽ കെട്ടുന്ന? അറിഞ്ഞോണ്ട് ആരെങ്കിലും റൂമിൽ കെറ്റോ? ഏയ്, അറിയാതെ ചെയ്താണെങ്കിൽ അവനെ ഞങ്ങൾ കൊന്നുകളയും. ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ മച്ചനായിരുന്നെങ്കിൽ അവന്റെ തുണിയല്ലേ ഒരു നാട് മുഴുവൻ നടത്തിക്കൊണ്ട് പോയേനെ. മനസ്സിലായോ? നീ ഒന്ന് സമാധാനപ്പെടേ. എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങളെ പറഞ്ഞ എനിക്ക് സഹിക്കില്ല മച്ചാ. ചേട്ടാ, എന്നോട് ക്ഷമിക്കേട്ടാ. ഇനി മുതൽ ഞാൻ തമിഴന്മാരോട് സംസാരിക്കത്തില്ല. സത്യം. വേറെ ആര് സംസാരിച്ചാൽ ഞാൻ അവരെ കൊന്നുകളയും. ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കേട്ടാ. അവൻ പേടിക്കാരൻ മൂത്ര വെച്ചതാ. ഇവന്റെ കാര്യം നീ നോക്കണ്ട, ഞങ്ങൾ നോക്കണം. എണിക്കണം. ഇങ്ങോട്ട് വേണം. പാവം, മൂത്ര വെച്ചത് അവനാന്നാ വിചാരിച്ചത്. നിന്നെ മനസ്സിലായില്ല. എന്റെ നാട്ടിൽ വന്നിട്ട് അഭ്യാസം ഇറക്കുന്നു. എന്നോട് കളിച്ച അവൻ വിവരം അറിയും. വീട്ടിലേക്ക് വന്ന് എന്നെ തൊട്ടാ അവൻ വിവരം അറിയും. നിന്നെ പോലുള്ള തടിമാടന്മാരുണ്ടിട്ട് എനിക്കെന്താ ഗുണം? ധൃതി പിടിക്കാതെ. ഇനി അവൻ ചെയ്യണ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും. ആ, എന്നിട്ട് കറണ്ട് പോയി നീ അറിഞ്ഞില്ലല്ലോ. അവന്റെ കാര്യം പറഞ്ഞ് ന്യായം പിടിക്കാൻ വേണ്ട. തല്ലല്ലേ? വേണ്ട. പഞ്ചായത്തിൽ അറിഞ്ഞാ മാനം പോകും. അവനെ വെറുതെ വിട്ടാ എന്റെ മനസാക്ഷി സമ്മതിക്കില്ല. കോളേജിൽ പോയി അവനെ തീർക്കാന്ന് കരുതിയാ ജമീന്ദാര് പ്രശ്നം ഉണ്ടാക്കും. പോടാ. കോളേജിലെ പയ്യനല്ലേ, അതാരാണെന്ന് നിന്റെ മോക്ക് അറിയില്ലേ? നമ്മുടെ ആളുകൾ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ഭയപ്പെടുമ്പോ ധൈര്യത്തോടെ ഇങ്ങോട്ട് വരുമ്പോ അത് ആർക്ക് വേണ്ടിയായിരിക്കും? ഇറക്കം കുറഞ്ഞ ഡ്രസ്സ്, കളർ ചെയ്ത മുടി, ഇംഗ്ലീഷുകാരെ പോലെ പച്ച കുത്തും. അയ്യോ, ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണോ? ശരി, പോയി പഠിച്ചിട്ട് നന്നാവട്ടെ എന്ന് കരുതുമ്പോ നമ്മുടെ വീട്ടിലെ കോഴി മുട്ടയിടുന്നതിനേക്കാൾ കൂടുതൽ മോള് പഠിച്ചിട്ട് കിട്ടുന്ന മുട്ടയാ കൂടുതൽ. അവൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയില്ലെങ്കിലും ആരും ചോദിക്കില്ല. അവൾ ആരുടെങ്കിലും കൂടെ ഇംഗ്ലീഷ് പടം കാണാൻ പോയെന്ന് വിചാരിച്ചോ ആരെങ്കിലും ഒക്കെ കണ്ട നിന്റെ മുഖത്ത് കാറി തുപ്പും. കാർത്തിക, കാർത്തിക! നേരത്തെ ഇങ്ങോട്ട് വന്ന പയ്യൻ നിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതല്ലേ? അതെ അച്ഛാ. അവൻ എന്തിനാ ഇവിടെ വന്നേ? കിളവി പിടുത്തി കളഞ്ഞില്ല. വാ തുറന്ന് പറയടി. അച്ഛൻ എന്നെ സംശയിക്കാണോ? വീട്ടില് ചോറ് കൊടുക്കുന്ന ദിവസം എത്ര ആളുകളാ വരുന്നത്? അതിലാരെങ്കിലാ വന്നതെങ്കിൽ എനിക്കെങ്ങനെ അറിയാനാ? അയ്യോ, ഇവള് പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ കോളേജിൽ പോയില്ല. ശരി, ഇനി നീ കോളേജിൽ പോണ്ട. ഇപ്പൊ കരയേണ്ടി വരും. ഞാൻ അപ്പോഴും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? അപ്പോഴല്ലേ നിങ്ങൾ പഠിക്കുന്നു പറഞ്ഞ് എന്റെ തല എടുത്തോണ്ടിരുന്നത്? ശരി, എന്റെ അച്ഛൻ വലിയ നേതാവല്ലേ? മോൾ എഞ്ചിനീയർ ആന്ന് പറഞ്ഞ് അഭിമാനിച്ചോട്ടെ എന്ന് കരുതിയപ്പോ അച്ഛനറിയോ, അച്ഛന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചത്. ആ ദിവസം എന്റെ ഫുൾ ക്ലാസ്സിലെ എല്ലാവരും കൈകൊട്ടി. പ്രിൻസിപ്പലിനെ വിളിക്കും മോനെ, ഇവള് പറയുന്ന കള്ളമാണെന്ന് അറിയാലോ. ഏയ് കിളവി, എന്റെ അച്ഛൻ എന്റെ നല്ല വിശ്വാസ. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയാണോ? അവനെ നോക്ക് നീ. പ്രിൻസിപ്പൽ സാർ, ഞാൻ വീരമുത്തു വിളിക്കുന്നേ. എന്റെ മോളെങ്ങനെ പഠിക്കുന്നുണ്ടോ? സ്പീക്കറിലിടറാ.
ഷീസ് വെരി ബാഡ് സ്റ്റുഡന്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ അവന്റെ തലമണ്ട തല്ലിപ്പൊളിക്കണം. ഷീസ് എ ബ്രില്യന്റ് സ്റ്റുഡന്റ്. ഇപ്പൊ പരീക്ഷയില് ക്ലാസ്സിൽ അവളാണ് ഫസ്റ്റ്. ആ ഇവള് എന്റെ മോളാ. നീ കോളേജിൽ പോടി. ശരി. സാമി, അവൻ ആവേശം വന്നാലും ആനന്ദം വന്നാലും പിടിച്ച കിട്ടത്തേയില്ല. തലയിലെഴുത്ത്. ഓയ് പോവാൻ നോക്ക്. നീ പോടി. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളടാ. ഒരുമിച്ച് വരികയും ചെയ്യും, ഒരുമിച്ച് പോവുകയും ചെയ്യും. എടാ, ഞാൻ നിന്നോടൊരു കഥ പറയാം. ആ. അതിലെന്താ മനസ്സിലായെന്ന് പറ. രണ്ട് പ്രാവുകൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി. രണ്ടും ഒരു കൂട്ടിലാ ഉള്ളത്. കുറച്ചു നാൾ കഴിഞ്ഞ് അതിലൊന്ന് പ്രാവല്ല പാമ്പാണെന്ന് മനസ്സിലായി. പോവാൻ പറഞ്ഞ പാമ്പ് വിഴുങ്ങും. അത് പ്രാവല്ല പാമ്പാണെന്ന് പറഞ്ഞ മറ്റു പ്രാക്കൾ വന്ന് കൊത്തിക്കൊല്ലും. ഇപ്പൊ പാമ്പിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ബാച്ചിൽ പവർഫുൾ പാമ്പ് നീയാടാ. ആ പ്രാവിനെ ഒന്നും ചെയ്യലേടാ. നിന്റെ അച്ഛനോട് അടുത്ത വർഷത്തെ ഫീസ് റെഡിയാക്കാൻ പറയടാ. ഒരു സേഫ്റ്റിക്ക്. ഇങ്ങനെയൊക്കെ ഉള്ളവനെ കൊണ്ട്. ഏയ്, ഫോൺ ചെയ്ത് എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. എന്താ കാര്യം? എന്താ കാര്യം ഒന്ന് പറയേ, കേക്കട്ടെ. നീ പറയാതെ അങ്ങോട്ടാ പോകുന്നത്? ഇത് നടക്കില്ല. എന്തുകൊണ്ട്? നീ തമിഴാണെന്ന് എന്താ പറയാഞ്ഞ? നീ തമിഴാന്ന് എന്നോട് പറഞ്ഞോ? ആ, നിനക്കത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ച് മനസ്സിലാക്കില്ലായിരുന്നോ? ഇവിടെ ഏതാ തമിഴൻ ഏതാ മലയാളം എന്ന് അറിയണ്ടേ? വിധി എന്ന് പറഞ്ഞാൽ മതി. ഛേ, ആ പ്യൂൺ തന്ന തെറ്റായ ഇൻഫർമേഷൻ കൊണ്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പെട്ടുപോയത്. അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നില്ല. നീ ആരാണെന്ന് നോക്കാതെ നിന്നെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഇത് വർക്കൗട്ട് ആവില്ല. പോ നോക്ക്. ഓഹോ, അപ്പൊ ഞാൻ മലയാളിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്നോടുള്ള സ്നേഹമൊക്കെ പോയല്ലേ? നമ്മുടെ കാര്യം നടക്കാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞ. ഒരു തമിഴ്നാട്ടുകാരൻ വീട്ടിൽ വന്നപ്പോ തന്നെ എന്താ നടന്നെന്ന് നീ തന്നെ കണ്ടതല്ലേ? അങ്ങനെയുള്ളപ്പോ നമ്മുടെ കാര്യം എങ്ങനെ നടക്കാനാ? അങ്ങനെ നടക്കണമെങ്കിൽ ഈ നാട് തന്നെ ചേരണം. അത് ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യം. എടാ മണ്ട, എന്തിനാടാ മലയാളി റൂമിൽ കയറ്റിയിരിക്കുന്നത്? ഇത് എന്റെ തെറ്റല്ല, എല്ലാം അവനാ. ഞാനാ നിന്നെ ചുമ്മാ എഴുന്നേപ്പിക്കാൻ. എന്തിനാടാ നീ എന്റെ ജീവിതം കൊണ്ട് ഇങ്ങനെ കളിക്കുന്നേ? സമാധാനമില്ല, സന്തോഷമില്ല. സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ലേ? എടാ, മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? നീ തന്നെ എന്നെ കൊല്ലും തോന്നുന്നല്ലോ. അത് പോട്ടെ, ഈ നാടുകൾ തമ്മിൽ ചേരാൻ എന്താ ചെയ്യാ? രണ്ട് നേതാക്കന്മാര് ചേർന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂടാ. അമ്മാവനാള് പെശകാടാ, പറഞ്ഞാലൊന്നും കേൾക്കും തോന്നില്ല. വേറിപ്പോ എന്താ ഒരു വഴി? ബിരിയാണി വേണോ? ആ, എവിടെ? എന്തിനാടാ എന്നോട് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നത്? ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞ ഇവിടെ ഇട്ട് തന്നെ കൊല്ലും. അതിനല്ലേ ടീഷർട്ട് ഇട്ടിരിക്കുന്നത്? നീ വന്നതല്ലേ എന്റെ വീടിന്റെ ഭാഗ്യം. വാ, അകത്തേക്ക് വാ. ഇവനാരാ? എന്റെ ഫ്രണ്ട് അങ്കിൾ. ചേട്ടാ, ഇവൻ അപ്പുറത്തെ ടീമിന്റെ ആളെന്നാ തോന്നുന്നത്. അണ്ണന്റെ ഷർട്ടിട്ട് വരുന്നവരെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അകത്തേക്ക് കയറി വാ. കണ്ടില്ലേ, ഞാനിതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെയാണോ? ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ടാ. നീ ധൃതി വെക്കല്ലേ. ശരി അങ്കിൾ. മോളെ കാർത്തിക, നിന്റെ ക്ലാസ്മേറ്റ് വന്നിട്ടുണ്ട്. കേശവ് അങ്കിൾ, ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്. അങ്കിളുടെ മോൾക്ക് എന്തിനാ കാർത്തിക എന്ന് പേരിട്ടത്? ആ വീരമുത്തു അവന്റെ മോൾക്ക് കാർത്തിക എന്ന പേര് വെച്ചോണ്ട്. ആ പേരിന്റെ അർത്ഥം ഭാഗ്യമെന്ന. അവർക്ക് മാത്രം ഭാഗ്യം കിട്ടിയാൽ മതി, എന്റെ മോക്ക് വേണ്ടേ? അതുകൊണ്ടാണ് എന്റെ മോൾക്ക് കാർത്തിക എന്ന പേര് വെച്ചത്. കഴിക്ക് മോനെ. എനിക്ക് മകനില്ലാത്തൊരു കുറവുണ്ട്. എതിരാളികളെ നേരിടാനുള്ള ഒരാളെയാണ് മരുമോനാക്കണമെന്നുള്ള ആഗ്രഹമുള്ളത്. എന്റെ മോളെ കല്യാണം കഴിക്കോ? സാർ, ഞാൻ വീരമുത്തുവിനെ മോളെ പ്രേമിക്കുന്നുണ്ട്. വെട്ടിക്കൊല്ലടാ.
എന്റെ മോളെ കെട്ടിച്ചു തരാന്ന് പറയുമ്പോ എതിരാളിയുടെ മോളെ പ്രേമിക്കുന്നു എന്ന് പറയുന്നോടാ. സാർ നിങ്ങളുടെ മോളെ കെട്ടി എന്താ കിട്ടുക? നിങ്ങൾക്ക് മരുവനോ മോൾക്ക് ഭർത്താവോ അതല്ലേ? അതിന് പകരം ഞാൻ അയാളുടെ മോളെ കിട്ടിയാലോ? കിട്ടിയാൽ കെട്ടിയാലേ നമ്മുടെ ആൾ അവരുടെ വീട്ടിലേക്കല്ലേ കയറുന്നത്? എന്ന് വെച്ചാ നമ്മുടെ ആളുടെ കാല് അവൻ കഴുകുമെന്നോ? ആ നമ്മുടെ മുന്നിൽ അവൻ മുട്ടുമടക്കുമെന്നോ? അപ്പം നമ്മളും മോളിൽ തന്നെയല്ലേ? ഇതാണോ നിന്റെ പ്ലാൻ? ഒന്ന് മാറ്റി. എക്സ്ക്യൂസ് മീ. അത് ശരി. അപ്പൊ ആ പെണ്ണും നിന്നെ പ്രേമിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ജീവൻ വരെ കളയും. പക്ഷേ കല്യാണത്തിന് എനിക്ക് താങ്കളുടെ ഹെൽപ്പ് വേണം. മോനെ, ഈ കാര്യത്തിൽ നീ ടെൻഷൻ വിട്. നിന്റെ കല്യാണം ഈ നാട് മുഴുവൻ അറിയുന്ന രീതിയിൽ വീരമത്തുവിന് നീ ആയിരിക്കും മരുമകൻ, വേറെ ആരും ഉണ്ടാവില്ല. നന്നായിട്ട് ആ കല്യാണം ഞാൻ നടത്തും. വാക്ക് തരുന്നു, ആ പെണ്ണ് നിന്റെ തന്നെ ആയിരിക്കും. ആ